നമസ്കാരം. ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. 2008 മുംബൈ ഭീകരാക്രമണ കേസ്. ആ കേസിൽ ഇന്ത്യ തേടുന്ന പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണ. ഇയാളെ വളരെ കാലമായി ഇന്ത്യക്ക് കൈമാറണമെന്ന ആവശ്യം അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ സമർപ്പിച്ചതാണ്. ഇതിൽ ഇന്ത്യക്ക് കൈമാറാൻ, അതും വളരെ വേഗത്തിൽ, എത്രയും വേഗത്തിൽ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. US അപ്പീൽ കോടതിയുടേതാണ് ഈ സുപ്രധാനമായ വിധി. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമായിരിക്കും ഇയാളെ വിട്ടുകിട്ടുന്നത്. റാണയെ കൈമാറുക എന്നത് ഏറെക്കാലമായി ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. റാണയുടെ കുറ്റകൃത്യം വ്യക്തമാക്കുന്ന തെളിവുകളടക്കം ഇന്ത്യ നൽകിയിട്ടുണ്ട്. അപ്പീൽ കോടതി വിധിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകര സംഘടനയ്ക്ക് റാണ സഹായം നൽകിയതിനുള്ള തെളിവുകളുണ്ടെന്നും കോടതി തന്നെ പറഞ്ഞു. തഹാവൂർ റാണയ്ക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടിയുടെ പരിധിക്കുള്ളിൽ തന്നെ വരുന്നതാണെന്നാണ് പാനൽ പറയുന്നത്. മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന കണ്ടെത്തലിൽ നേരത്തെ തന്നെ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. ആ വിധിക്കെതിരെ റാണ നൽകിയ ഹർജി കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതി തള്ളുകയും ചെയ്തു. സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതി വിധി ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ അപ്പീൽ കോടതിയുടെ നിർണായക ഉത്തരവ് പുറത്തുവന്നത്. കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള ഉടമ്പടിയിൽ റാണയുടെ കുറ്റകൃത്യം ഉൾപ്പെടുമെന്നും കോടതി പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ജയിലിൽ കഴിയുകയാണ് നിലവിൽ റാണ. 2008 നവംബർ 26-ന് 166 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളിയായി തന്നെയാണ് റാണയെ എപ്പോഴും ഇന്ത്യ നോക്കിക്കണ്ടത്. അന്ന് 6 അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെ 166 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി ആളുകൾക്ക്, 26-ലധികം ആളുകൾക്ക് പരിക്കും സംഭവിച്ചു ഗുരുതരമായി. പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് വേണ്ടി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ ഇയാളുടെ സുഹൃത്തും അമേരിക്കൻ പൗരനുമായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കൊപ്പം ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ-ഇ-തയ്യബ, ഹർക്കത്തുൽ മുജാഹിദീൻ എന്നിവയ്ക്കായി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയ സംഭവത്തിലാണ് ഇയാൾ അന്വേഷണം നേരിടുന്നത്. തീവ്രവാദ ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന കുറ്റമാണ് റാണയ്ക്കെതിരെ ചുമത്തിയത്. ഈ വിധിക്കെതിരെയും അപ്പീൽ പോകാനുള്ള അവസരം റാണയ്ക്കുണ്ട്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്യബയ്ക്ക് സഹായം നൽകിയ കേസിൽ 2011-ൽ അമേരിക്കൻ കോടതി ഇയാളെ ശിക്ഷിച്ചു. റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയാൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പങ്ക് ഇതിൽ എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ സുപ്രധാനമായ വിവരങ്ങളും ഇന്ത്യക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. 15 വർഷം മുമ്പ് ഷിക്കാഗോയിൽ ട്രാവൽ ഏജൻസി നടത്തി വരികയായിരുന്നു ഇയാൾ.